കെയ്റോയിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ ഉപാധികൾ മുന്നോട്ട് വെച്ച് ഹമാസ്. സ്ഥിരം വെടിനിർത്തൽ വേണമെന്ന് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. MC.A. നാസർ വിവരങ്ങൾ നൽകും. MC.A. ചർച്ചയ്ക്കിടെയാണ് ഇപ്പോൾ ഉപാധികൾ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തൊക്കെ ഉപാധികളാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്കിടെ ഹമാസ് നിരത്തിയിട്ടുള്ളത്? ദിവ്യ, കൃത്യമായിട്ടുള്ള ഒരു വെടിനിർത്തൽ രൂപരേഖയാണ് ഇപ്പോൾ ഈ ഈജിപ്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചയ്ക്ക് മുമ്പാകെ ഹമാസ് നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നത്. ഹമാസിന്റെ ഔദ്യോഗിക വക്താവ് ഫൗസി തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്നത് ആക്രമണം സമഗ്രമായി തന്നെ ഒരു വെടിനിർത്തലാണ് ആവശ്യം. പൂർണ്ണമായിട്ടുള്ള ഒരു വെടിനിർത്തൽ വരണം ഒന്നാമത്തെ നിബന്ധനയായിട്ട് ഹമാസ് അത് മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമ്പൂർണ്ണമായിട്ടുള്ള സൈനിക പിന്മാറ്റം ഗസയിൽ നിന്ന് ഉണ്ടായിരിക്കണം. കാരണം ഈ ബന്ദികളുടെ കൈമാറ്റം സുരക്ഷിതമായിട്ട് നടത്തണമെങ്കിൽ സൈനിക സാന്നിധ്യം ആ പ്രദേശത്ത് ഉണ്ടാകാൻ പാടില്ല. ഗസയിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സൈനിക പിന്മാറ്റം ഉണ്ടാകണം. മറ്റൊന്ന് വിലക്കുകളില്ലാത്ത വിധത്തിലുള്ള സേവനം, ഇപ്പോൾ പ്രത്യേകിച്ച് ഭക്ഷ്യമേഖലയിലും മരുന്ന് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും എത്രയും പെട്ടെന്ന് ഗസയിൽ എത്തിക്കണം. അവിടെ യാതൊരു വിലക്കും പാടില്ല. UN ഏജൻസികൾക്ക് ചുവടെ അതിൻ്റെ കൃത്യമായിട്ടുള്ള കുറ്റമറ്റ രീതിയിലുള്ള ഒരു വിതരണ സംവിധാനം രൂപപ്പെടുത്തണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികൾ. അതോടൊപ്പം തന്നെയാണ് ഈ വിട്ടയക്കുന്ന തടവുകാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഉടമ്പടി സെപ്പറേറ്റ് തന്നെ വേറിട്ട രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നതും ഹമാസ് നേതൃത്വം ഇപ്പോൾ മുന്നിട്ട് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അതോടൊപ്പം തന്നെയാണ് ഈ പുനർനിർമ്മാണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ. അത് ഒരു ഫലസ്തീൻ സ്വതന്ത്ര സമിതി, അതായത് ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ആ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഈ പുനർനിർമ്മാണ പ്രക്രിയ തുടങ്ങണം. പുറന്തള്ളപ്പെട്ട മനുഷ്യർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള അനുമതി നൽകണം എന്നതുൾപ്പെടെ 7 ഉപാധികളാണ് ഇപ്പോൾ ഈ രൂപരേഖയുടെ ഭാഗമായിട്ട് ഹമാസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ചർച്ച തുടരുന്നത്. ഇതിൽ ഇസ്രായേൽ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ ബന്ദിമോചനം എന്നത് യാഥാർത്ഥ്യമാകൂ എന്നുകൂടി വളരെ കൃത്യമായി തന്നെ ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ജനുവരിയിലും മറ്റും ഒരു വെടിനിർത്തൽ എല്ലാ അർത്ഥത്തിലും തയ്യാറായ ഒരു ഘട്ടത്തിലാണ് നെതന്യാഹു അതിനെ അട്ടിമറിച്ചത്. അതുകൊണ്ട് ഇത്തവണയും ഈ ഒരു വെടിനിർത്തൽ സാധ്യത അട്ടിമറിക്കാനുള്ള വലിയ ഒരു അവസരം നെതന്യാഹുവിന് മുമ്പാകെ ഉണ്ട്. അദ്ദേഹം അത് പ്രയോജനപ്പെടുത്തും. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹത്തെ തടയേണ്ട ബാധ്യത അന്തർദേശീയ സമൂഹം, UN നേതൃത്വം, അമേരിക്ക, മധ്യസ്ഥ രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് കൂടിയാണ് ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഹമാസ് തങ്ങളുടെ രൂപരേഖ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ ഇനി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം മിക്കവാറും ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ചർച്ച സുഗമമായിട്ട് മുന്നോട്ട് പോകും, ബന്ദിമോചനം നടക്കും. അതല്ല എങ്കിൽ വലിയ സങ്കീർണതകളിലേക്ക് ഈജിപ്തിലെ ഷർമുഷേക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ചർച്ച മാറുമെന്ന ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ യുദ്ധം 2 വർഷം പിന്നിടുന്ന ഇന്നത്തെ ദിവസം. കെയ്റോയിൽ പുരോഗമിക്കുന്ന മധ്യസ്ഥ ചർച്ചയിലാണ് 7 ഉപാധികൾ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. MC.A. നാസറാണ് വിവരങ്ങൾ നൽകിയത്.